പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ജനുവരി 18 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ. അന്നിപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് 6:45 വചനങ്ങൾ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴും കർത്താവ് നമ്മൾ ഇന്നലെ കണ്ട ഭാഗങ്ങളുടെ ബാക്കിയാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം ഭയങ്കര രസമാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കണ്ടാ എന്തൊരു ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. അത് ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ പോയി ഈ സുവിശേഷ വരെ ചെയ്യത്തില്ലേ. അപ്പം നമ്മളെ സ്ഥിരം സഹായിക്കണ കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവുകയും. അപ്പം അവരൊക്കെ വിമാനത്താവളത്തിൽ പിരിയണവർക്ക് അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവർക്കിങ്ങനെ അവസാനം വരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുക, നമ്മൾ പോയി മറയണവരെ. അപ്പം കർത്താവ് ഇവരെ ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞില്ലേ. അപ്പം യാത്ര പറയുന്നൊരു മാനുഷികതയാണത്. ശരിക്കും യാത്ര പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന്. ഓ, ഇതാണ് രസം. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വള്ളത്തിനെതിരെ വരുന്ന കാറ്റ് പ്രതികൂലമാണെന്നും നമ്മൾ വഞ്ചി തുഴഞ്ഞ് തളരുന്നെന്നും അവരും മനസ്സിലാകുന്നുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയത്തില്ലേ, ഓ നമ്മളെന്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഓ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാലും. ഇങ്ങനെ കുറേ പിശാചുക്കളുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അത് പ്രാർത്ഥിക്കാതിരിക്കുക. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല, വരമില്ല. പ്രാർത്ഥിക്കാൻ ആവശ്യം വിശ്വാസമില്ല. പ്രാർത്ഥിച്ച് പലപ്പോഴും പണിമേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാര്യം? വെടിപ്പും മെനയല്ലാത്ത ജീവിതം കാരണം പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ പറയണത്. എന്താണ് പറയണത്? ഓ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അങ്ങനെയല്ല, ദൈവത്തിന് അറിയാമെങ്കിൽ ഇതുപോലെ ഇരിക്കും. എന്താണ്? അവർ വഞ്ചി കാറ്റ് പ്രതികൂലമാണെന്ന് അവനെ അറിയാം. അവർ വഞ്ചി തുഴഞ്ഞ് തളർന്നെന്ന് അവനെ അറിയാം. അറിഞ്ഞിട്ട് എന്താ കാര്യം? അറിയണ കാര്യമൊന്നുമില്ല. പിന്നെന്താണ് ഇവരുടെ റെസ്പോൺസ് ഇല്ലാത്തുള്ള കാലം നമ്മുടെ അറിവുകൾക്ക് വലിയ കർത്താവിൻ്റെ അറിവിന് വലിയ പ്രാധാന്യമില്ല. ഇവിടെ എന്താണ് അതായത് അവൻ കടലിൻ്റെ മീതെ അവൻ എന്ത് മെഷർമെൻറ്റും എടുക്കുകയും അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന ആളാണ്. അപ്പം അവൻ എന്ത് അറ്റകൈയും എടുക്കും. അവൻ അറ്റകൈ എടുക്കുകയാണ്. കടലിന് മീതെ നടന്നു വന്നാണെങ്കിലും രക്ഷിക്കാൻ അവൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അതിന്. അതാ നിർബന്ധം. എന്താ? അവൻ കടലിന് മീതെ നടന്നു വന്നെങ്കിലും അവനെന്താ ചെയ്യണത്? നേരെ വന്ന് വള്ളത്തേക്കറിയിലേക്കാണത്. അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഭാവിച്ചെന്ന്. അതാണ് ഏറ്റവും വലിയ രസം. ദൈവം ഇങ്ങനെ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കും. എന്തിനാണ്? അത് പറ്റിപ്പല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കും വിചാരിച്ച് അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. അപ്പൊ ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവർക്ക് അവര് വഞ്ചി തുഴഞ്ഞ് തളരുകയാണ്. അതിനിടയ്ക്ക് എന്താണ് കടലിന്റെ മീതെ കൂടി ഒരു ഭൂതം കൂടി പോവുകയാണ്. അപ്പൊ ഇരട്ടി പ്രശ്നമായി. അവർക്ക് ഒരു റെസ്പോൺസ്, ഒരു വികാര വിക്ഷോഭമായ റെസ്പോൺസ് ഉണ്ടായി. എന്താണ്? അവർ നിലവിളിച്ചു വന്ന്. അപ്പം ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവും. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും. അപ്പം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കണം.
അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വിശ്വാസപരമായ റെസ്പോൺസാണ് വിഷയം. അവർ നിലവിളിച്ചു. എന്തിനാണെന്നറിയാവോ? അവരുടെ ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഒരു പെഡഗോജി ഉണ്ട്. എന്താണ്? ഒരു ടീച്ചിങ് മെത്തേഡുണ്ട്. എന്താ പറയണത്? അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു. അതാ വിഷയം. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് എന്താണ്? കാറ്റ് ശമിക്കും. കർത്താവ് അതായത് കാറ്റ് ശമിപ്പിക്കുക അല്ല പ്രശ്നം. അവന് വഞ്ചിയിൽ കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കാറ്റ് ശമിക്കണത്. അല്ല കാറ്റ് ശമിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കിടന്ന് കാറിട്ട് കാര്യമില്ല. കടം മാറണേ, രോഗം മാറുമെന്ന് കിടന്ന് കാറിട്ട് കാര്യമില്ല. അവന് വഞ്ചി കയറ്റണതാണ് അതിൻ്റെ തന്ത്രമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ കാറ്റാണേ മുങ്ങുകയോ പറഞ്ഞ് കാറുകയോ രോഗമാണേ കടവാണെന്ന് പറഞ്ഞ് പിടക്കുകയോ കാര്യമില്ല. ജീവിതത്തിൽ യേശുവിനെ നിൻ്റെ കുടുംബത്തോടെ കയറ്റാൻ വേണ്ടി നോക്കുക. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്.